ഫാമിലി എന്നുള്ള രീതിയിൽ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ പോകുന്ന ആളുകളാണ്. ഏട്ടൻ്റെതായിട്ടുള്ള ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്, പാഷൻ ഉണ്ട്, ജോലിയുടെ തിരക്കുകളുണ്ട്, അതല്ലാണ്ട് തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. അപ്പം എനിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അവിടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതലും ചെയ്യാറ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്, ചർച്ച ചെയ്യാന്നുള്ളതാണ്. അത് ഇപ്പോൾ നമ്മളുടെ പരസ്പരമുള്ള പ്രോഗ്രസ്സിലോ പരസ്പരമുള്ള ഗ്രോത്തിലോ എന്തായാലും കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടല്ലോ. അതിൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഭർത്താവ് വളരെ സപ്പോർട്ടീവ് ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല, അതാണ് വേണ്ടത് എല്ലാ വീട്ടിലും. തിരിച്ചും അതേപോലെ തന്നെ ഭാര്യ വളരെ സപ്പോർട്ട്, അത് നമ്മൾ കുറച്ചേ കേൾക്കാറുള്ളൂ. പക്ഷെ ഭാര്യ വളരെ സപ്പോർട്ടീവ് ആണല്ലേ എന്നുള്ളത് വളരെ കുറച്ചേ പറഞ്ഞ് കേൾക്കാറുള്ളൂ. സക്സസ്ഫുൾ ആയിട്ടുള്ള കോട്ട് പോലെയൊക്കെ പറയും, സക്സസ്ഫുൾ ആയിട്ടുള്ള പുരുഷന്റെ പിന്നിൽ സ്ത്രീ ഉണ്ടെന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കാണാറില്ല. വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കാരണം എന്ന് പറയും. അതാണ് വേണ്ടത്. അതൊരു ഭാഗ്യമാവുന്നു എന്നുള്ളത് നിർഭാഗ്യകരമാണ്. അതായത് ഭാഗ്യവശാൽ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലി കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഭാഗ്യമല്ല, ശരിക്കും എല്ലാവർക്കും അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണ് വേണ്ടത്. ഈക്വൽ എന്ന് പറയുന്നത് നമ്മൾ ഒരേപോലെ ഒരു മേശയുടെ അപ്പുറം അപ്പുറം ഇരുന്നിട്ട് ഒരേപോലെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ കൈ പിടിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ ശക്തിയിൽ കൈ കൊടുക്കേണ്ടതാണ്. അത് എന്ത് പ്രശ്നമാവട്ടെ, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് വരുമ്പോൾ രണ്ടുപേരും ഒരേപോലെ മുന്നോട്ട് പോകും. രണ്ടുപേരുടെയും പാഷനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ എന്താ പറയുക സാക്രിഫൈസും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മുടെ സമയമൊക്കെ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഏട്ടൻ്റെ ജോലിയുടെ പാറ്റേണേ ഡിഫറെൻ്റ് ആണ്, എൻ്റെ ജോലിയുടെ പാറ്റേണേ ഡിഫറെൻ്റ് ആണ്. അപ്പം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിക്കും, എവിടെ നിന്നിട്ടാണ് ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സായുവിന് വേണ്ടിയിട്ട് സമയം എടുക്കുക. ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. സിതാര ഡാൻസ് കളിക്കുമ്പോൾ ഡാൻസറായിട്ടും പാട്ട് പാടുമ്പോൾ പാട്ടുകാരിയായിട്ടും ഈ പറച്ചിൽ പറയുമ്പോൾ അത്തരത്തിലുള്ളൊരു ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ആശയങ്ങൾ പറയുമ്പോൾ പോലും അവരിൽ ഒരാളായിട്ടാണ് സിതാരയെ കാണുന്നത്. അതൊരു സന്തോഷമല്ലേ? നമ്മൾ പറയുന്നത് മുഴുവൻ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള വാശി എനിക്കില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല. അതൊരു ദുർവാശിയാണ്. കാരണം എല്ലാവർക്കും രണ്ട് വ്യക്തികളാണെങ്കിൽ അവിടെ ഒന്നിലധികം അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അതിലധികം മൾട്ടിപ്പിൾ ഒപ്പീനിയൻ ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ നമ്മൾക്ക് നമ്മളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു വശം. പിന്നെ ചിലതൊക്കെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷയും കൂടി ഒരു വിഷയമായിട്ട് വരുന്നുണ്ടാവും. ചില കാര്യങ്ങൾ വളരെ ഒരേ അഭിപ്രായം തന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക അത് അവതരിപ്പിക്കുന്ന എന്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അതാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറില്ല. അപ്പം നമ്മൾ കമൻസ് എഴുതുമ്പോൾ തന്നെ അതൊരു ചർച്ചയുടെ സ്വഭാവത്തിലേക്കാണ് വരുന്നെങ്കിൽ നമുക്ക് അത്രയും വിഷമം വരില്ല. വളരെ അബ്യൂസീവ് ആയിട്ടുള്ള നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്കും അത് വേദനിക്കുക. ഇപ്പം നമ്മളുടെ ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ കാണുന്ന ഒരാൾ അതിനകത്തൊരു അഭിപ്രായം, എന്നോടൊരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഭാഷ വളരെ സൗഹൃദത്തിൻ്റെതാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാനോ അതിലെന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ എന്നുള്ളത് നമ്മളും കൂടി അതിനുള്ള സമയം നമ്മൾ കൊടുക്കും. നേരെ മറിച്ച് അതൊരു ചീത്ത പറച്ചിലോ ഒരു എന്താ പറയുക നേരെ എന്തെങ്കിലും ഒരു ബോഡി ഷേമിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ അത് ഉപേക്ഷിക്കും. അതായിരിക്കും പ്രധാന കാരണം. നമ്മൾ ചൂസ് ചെയ്യുന്ന ഭാഷയായിരിക്കും എന്ന് എനിക്ക് തോന്നണേ. ചില സ്ഥലത്തൊക്കെ ഈ പറച്ചിലുകളെ കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ വരുമ്പോഴും ഈ പറച്ചിലുകളെ പുറകോട്ട് എടുക്കുന്നില്ല. ഒരു കലാകാരിയാണെന്നുള്ള അർത്ഥത്തിൽ ചില ആൾക്കാരൊക്കെ ഈ കലാകാരന്മാരായതുകൊണ്ട് ഒരുപക്ഷെ അവരുടെ പ്രതികരണത്തിന് വൈഡ് റേഞ്ച് പോകുമെന്നുള്ളത് കൊണ്ട് അവരുടെ കലയെ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് പല കാര്യങ്ങളോട് സംവദിക്കുമ്പോൾ. പക്ഷേ സംവാദങ്ങൾ ഇല്ലെങ്കിൽ സംവദിച്ചുകൊണ്ടേയിരിക്കുക അതാണ് വേണ്ടത് എന്ന് സിതാര ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു നിലപാടെടുക്കുന്ന സമയത്ത് ഈ പേടിയുണ്ടാവും? ഇല്ല, അങ്ങനെ ഇല്ല. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ നമ്മൾ പേടിക്കേണ്ടത് എന്നുള്ളതാണ്. അവസരങ്ങളില്ലായ്മേനാണോ? അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെയോ അങ്ങനെ ഒരു അവസരം എന്നുള്ളത് എൻ്റെ മുന്നിലില്ല, ഒരിക്കലും ഇല്ല. ഞാൻ പാടി തുടങ്ങിയ സമയത്തും ഇല്ല, ഇപ്പോഴും ഇല്ല. പിന്നെ ആളുകൾ വേറെ രീതിയിൽ നമ്മൾ ദേഷ്യപ്പെടുമോ ചീത്ത പറയുമോ എന്നുള്ളത്, ഈ നമ്മൾ കാണുന്ന ഹെയ്റ്റ് എന്നൊക്കെ പറയുന്നത് അധികം ഈ വാക്കുകൾ കമൻറ്റുകളിൽ ഒതുങ്ങുന്നതാണ്. ജെനുവിനായിട്ട് ആളുകൾക്ക് അത്തരത്തിലുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിലും നമുക്കൊന്നും ചെയ്യാനില്ല. അതിൽ അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. അപ്പോൾ ഒരു സമയത്ത് കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്നു നമ്മളൊക്കെ കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടിയൊക്കെ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ പറയുമല്ലോ ആളുകളോട് എന്തൊക്കെ. ഇപ്പം നമുക്ക് ഒരു സ്പേസും ഇല്ല, അതായത് ചർച്ചകൾക്കുള്ള ഇടങ്ങളില്ല. കൂട്ടുകാരായിട്ട് വട്ടം കൂടി ഇരുന്നിട്ട് ഒരു തർക്കത്തിന് പോലുള്ള സ്പേസ് ഇല്ല. ഞങ്ങളൊക്കെ ഒരു സ്റ്റേജിൽ കയറും, റെക്കോർഡിംഗ് സ്റ്റുഡിയോ വരും. സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ തന്നെ വളരെ മാറി മാറി വരുന്ന സൗഹൃദങ്ങളാണ് ഓരോ ദിവസവും കാണുക നമ്മൾ. അപ്പം ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ലോങ് ടേം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു 10-ൽ താഴെ കുറച്ച് പേരുള്ളൂ. അവരെ ഡെയിലി ബേസിസിൽ കാണാനുള്ള അവസരവും ഇല്ല. അപ്പം നമ്മൾ ആകെ ഫേസ്ബുക്കിൽ എഴുതിയിടുക അല്ലെങ്കിൽ അതൊക്കെ ആയിരിക്കും. ഒരു സമയത്ത് ഞാൻ ഇന്നിപ്പോൾ ഇതൊരു വിഷയം വന്നു എഴുതിയിട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട്
അതിനെപ്പറ്റി എഴുതുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അതും മാറും. പക്ഷെ അങ്ങനെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇപ്പോൾ ഒരാളെങ്കിലും ഒരാൾ നമ്മൾ കേൾക്കുന്നതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരാളുണ്ടായിരിക്കും. ഞാൻ ഒരിക്കലും എൻ്റെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പോലെ ആരോട് സംസാരിക്കാറില്ല. നമ്മളുടെ വശം നമുക്ക് മുന്നോട്ട് വയ്ക്കാമല്ലോ, അതിൻ്റെ ശരിതെറ്റുകൾ അവർക്ക് എടുക്കാനുള്ളതാണ്. പക്ഷെ അത് ചെയ്യാന്നുള്ളത് ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും ആർട്ടിസ്റ്റുകൾക്ക് അവരെ കലയിലൂടെ ഈ പറഞ്ഞ മാതിരി ബയാസ്ഡ് അല്ലാത്ത ഒരു പോയിന്റ് എടുക്കാനുള്ള ഒരു പൊസിഷൻ എടുക്കാനുള്ള ഒരു സ്പേസ് ആളുകൾക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ. ഇവിടുത്തെ വലിയ വലിയ ഒരുപാട് സമരങ്ങൾക്കും ഒക്കെ എപ്പോഴും ഒരു കൾച്ചറൽ ബാക്കപ്പ് ഉണ്ടായിരുന്നു. അത് അത്തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അതുമായിട്ട് ചേർന്ന് നിന്നിട്ടുണ്ട്. അപ്പം അത് ഈ കാലത്തും വളരെ പ്രസക്തമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്.